ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പോസ്റ്റ് ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് സെൻറ്റൻസസ് എന്തൊക്കെയാണെന്നാണ്. സോ നമ്മളെല്ലാവരും പോസ്റ്റ് ഓഫീസിൽ പല പല സർവീസസിന് വേണ്ടി പോകുന്ന ആളുകളാണ്. ചില സമയത്ത് സ്പീഡ് പോസ്റ്റ് അയക്കാനും രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കാനും പാഴ്സൽ അയക്കാനും. അപ്പം നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് അവിടെ എന്തൊക്കെ സെൻറ്റൻസസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് ഈ ഒരു സെഷനിലൂടെ നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സപ്പോസ് നമ്മളൊരു പോസ്റ്റ് ഓഫീസിലെത്തി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്തറിയണം? ഈ പോസ്റ്റ് ഓഫീസ് എത്ര സമയം വരെയാണ് അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയണം അല്ലേ? ചില പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ 2:00 വരെ നമുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ 7:00 വരെ നമുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കാം. അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ എത്ര സമയം വരെയാണ് ഇവർ അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയണം അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും? ഈ പോസ്റ്റ് ഓഫീസിൻ്റെ പ്രവർത്തന സമയം എത്ര മണിയാണ്? ഈ പോസ്റ്റ് ഓഫീസിൻ്റെ പ്രവർത്തന സമയം എത്ര മണിയാണ്? What are the working hours of this post office? What are the working hours of this post office? What are the working hours of this post office? ക്ലിയർ? ഇനി നമുക്ക് ഒരു ലെറ്റർ അയക്കണമെങ്കിൽ ആദ്യം എന്തൊക്കെ വേണം? ഒരു എൻവലപ്പ് വേണം അല്ലേ? അതുപോലെ എന്ത് വേണം? പോസ്റ്റ് കാർഡൊക്കെ വേണം. അപ്പോൾ എവിടെ നിന്നാണ് ഈ എൻവലപ്പും പോസ്റ്റ് കാർഡൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടാന്ന് ചോദിക്കണ്ടേ? എവിടെ നിന്ന് എൻവലപ്പ് അല്ലെങ്കിൽ പോസ്റ്റ് കാർഡ് വാങ്ങിക്കാം? അല്ലെങ്കിൽ എവിടെ നിന്ന് എൻവലപ്പ് or postcard വാങ്ങാം? Where can I purchase an envelope or postcard? Where can I purchase an envelope or postcard? പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങാം എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ഒരുപാട് ടൈപ്പ് പോസ്റ്റുകൾ ഉണ്ടാവും അല്ലേ? സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പം നമുക്ക് രജിസ്റ്റേർഡ് പോസ്റ്റിനുള്ള കൗണ്ടർ എവിടെയാണെന്ന് ചോദിക്കണം. രജിസ്റ്റേർഡ് പോസ്റ്റിന് വേണ്ടിയുള്ള കൗണ്ടർ എവിടെയാണ്? Where is the counter for registered post? Where is the counter for registered post? Where is the counter for registered post? ക്ലിയർ? അപ്പം ഇനി സ്പീഡ് പോസ്റ്റിനുള്ള കൗണ്ടർ എവിടെയാണെന്ന് എങ്ങനെയാ ചോദിക്കുക? പറയൂ. Where is the counter for speed post? Where is the counter for speed post? ക്ലിയർ അല്ലേ? സോ ഇനി നമുക്ക് കൊല്ലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് ഒരു സ്പീഡ് പോസ്റ്റ് അയക്കണം. അതിന് എത്ര രൂപ ചെലവാകും എന്നെങ്ങനെയാണ് നമ്മൾ പറയാ? കൊല്ലത്തേക്ക് സ്പീഡ് പോസ്റ്റ് അയക്കുന്നതിന് എത്ര രൂപ ചെലവാകും എങ്ങനെ പറയാം നമുക്ക്? What is the cost to send a speed post to Kollam? What is the cost to send a speed post to Kollam? What is the cost to send a speed post to Kollam? Clear? What is the cost to send a speed post to Kollam? Cost എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവ്. ക്ലിയർ? ഇനി നമുക്ക് നമ്മളൊരു ബിലോങ്ങിങ് ഡോക്യുമെൻറ്റോ ലെറ്ററോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഴ്സലോ എന്തെങ്കിലും വളരെ അർജൻറ്റായിട്ട് ഡെലിവർ ചെയ്യണം. അപ്പോൾ അങ്ങനെ അർജൻറ്റ് ഡെലിവറിക്ക് വേണ്ടിയുള്ളൊരു കൊറിയർ സർവീസ് അവിടെ ഉണ്ടോയെന്ന് എങ്ങനെയാണ് നമുക്ക് ചോദിക്കാം? അർജൻറ്റ് ഡെലിവറിക്ക് ആയി ഒരു കൊറിയർ സേവനം ഉണ്ടോ? അർജൻറ്റ് ഡെലിവറിക്കായി ഒരു കൊറിയർ സേവനം ഉണ്ടോ? എങ്ങനെ ചോദിക്കാം നമുക്ക്? ഡു യു ഹാവ് എ കൊറിയർ സർവീസ് ഫോർ അർജൻറ്റ് ഡെലിവറി? ഡു യു ഹാവ് എ കൊറിയർ സർവീസ് ഫോർ അർജൻറ്റ് ഡെലിവറി? ഡു യു ഹാവ് എ കൊറിയർ സർവീസ് ഫോർ അർജൻറ്റ് ഡെലിവറി? ഡു യു ഹാവ് എ കൊറിയർ സർവീസ് ഫോർ അർജൻറ്റ് ഡെലിവറി? ഓക്കെ. ഇനി നമ്മളൊരു പാഴ്സൽ സെൻഡ് ചെയ്യാണ്. അപ്പോൾ ആ പാഴ്സൽ എത്ര ദിവസം കൊണ്ട് അവിടെ ഡെലിവർ ആവും എന്നെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? ഈ പാഴ്സൽ ഡെലിവർ ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഈ പാഴ്സൽ ഡെലിവർ ചെയ്യാൻ എത്ര ദിവസം എടുക്കും? How many days will it take to deliver this parcel? How many days will it take to deliver this parcel? How many days will it take to deliver this parcel? Clear? അടുത്തതായിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് മുഖേന നമ്മൾ ക്യാഷ് അയക്കാറുണ്ടല്ലേ? അതിനെ നമ്മൾ മണി ഓർഡർ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ചോദിക്കണം, പോസ്റ്റ് ഓഫീസ് മുഖേന എങ്ങനെ പണം അയക്കും? പോസ്റ്റ് ഓഫീസ് മുഖേന എങ്ങനെ പണം അയക്കും? How can I send money through post office? How can I send money through post office? How can I send money through post office?
അപ്പോൾ അവർ പറയും ഒരു മണി ഓർഡറിൻ്റെ ഫോം വാങ്ങിച്ചിട്ട് അത് ഫില്ല് ചെയ്യണം, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻ തരും. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കുക? ഹൗ ക്യാൻ ഐ സെൻഡ് മണി ത്രൂ പോസ്റ്റ് ഓഫീസ് ആയിട്ട് ഒരു പാഴ്സൽ അയക്കുന്നതിന് എത്ര രൂപ ചിലവാകും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരു പെർട്ടിക്കുലർ വെയിറ്റ് ഉള്ള ഒരു പാഴ്സൽ അയക്കുന്നതിന് എത്ര രൂപ ചിലവാകും എന്ന് ചോദിക്കണം. 5 കിലോ ഭാരമുള്ള പാഴ്സൽ അയക്കുന്നതിന് എത്ര രൂപ ചിലവാകും? 5 കിലോ ഭാരമുള്ള പാഴ്സൽ അയക്കുന്നതിന് എത്ര ചിലവാകും? What are the charges for sending a parcel weighing 5 kilogram? What are the charges for sending a parcel weighing 5 kilogram? What are the charges for sending a parcel weighing 5 kilogram? ക്ലിയർ? ഇനി നമുക്ക് നമ്മൾ അയക്കുന്നതിന് ട്രാക്ക് ചെയ്യണം, എവിടെ എത്തി എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യണം. അപ്പം നമുക്ക് യൂഷ്വലി ഒരു ട്രാക്കിംഗ് ID തരാറുണ്ട്. എന്നിട്ട് നമ്മൾ അവരുടെ സൈറ്റിൽ പോയിട്ട് ഈ ട്രാക്കിംഗ് ID അടിച്ചു കൊടുത്താൽ എവിടെ എത്തി നമ്മുടെ ബിലോങ്ങിങ്സ് എന്ന് അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം, സ്പീഡ് പോസ്റ്റിനായുള്ള ട്രാക്കിംഗ് സേവനം ലഭ്യമാണോ? എങ്ങനെ ചോദിക്കും? ഡു യു പ്രൊവൈഡ് ട്രാക്കിംഗ് സർവീസസ് ഫോർ സ്പീഡ് പോസ്റ്റ്? ഡു യു പ്രൊവൈഡ് ട്രാക്കിംഗ് സർവീസസ് ഫോർ സ്പീഡ് പോസ്റ്റ്? ഡു യു പ്രൊവൈഡ് ട്രാക്കിംഗ് സർവീസസ് ഫോർ സ്പീഡ് പോസ്റ്റ്? ക്ലിയർ? പ്രൊവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭ്യമാക്കുക. ഓക്കെ. ഇനി നമ്മൾ ചില പാഴ്സൽസ് ഒക്കെ അയക്കുമ്പോൾ പോസ്റ്റ് ഓഫീസിലേക്കായിരിക്കും ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് നമുക്കത് കളക്ട് ചെയ്യണം. അപ്പോൾ എവിടെയാണ് ഇവിടെ വന്ന് പാഴ്സൽ കളക്ട് ചെയ്യാൻ പറ്റുക? എവിടെ നിന്നാണ് എനിക്ക് ഇവിടെ വന്ന പാഴ്സൽ കളക്ട് ചെയ്യാൻ പറ്റുക എന്ന് എങ്ങനെയാണ് ചോദിക്കുക? ഇവിടെ ഡെലിവർ ചെയ്ത എൻ്റെ പാഴ്സൽ എവിടെ നിന്ന് കിട്ടും? വേർ ക്യാൻ ഐ കളക്ട് my parcel that was delivered here? Where can I collect my parcel that was delivered here? Where can I collect my parcel that was delivered here? ക്ലിയർ ആണല്ലോ? മെയിൽസ് ഡെലിവർ ചെയ്യുന്നതിന് പുറമെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് സംടൈംസ് നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ സർവീസസ് ഓഫർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം, പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ട് തുറക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കാം. എങ്ങനെയാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് തുറക്കുന്നത്? ഹൗ ക്യാൻ ഐ ഓപ്പൺ എ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട്? How can I open a post office savings account? How can I open a post office savings account? ക്ലിയർ? ഇനി ഈ ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് വേണ്ടേ? ആ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് എങ്ങനെ ചോദിക്കുക? സേവിങ്സ് അക്കൗണ്ടിനായി എന്തെല്ലാം ഡോക്യുമെന്റുകൾ ആവശ്യമാണ്? സേവിങ്സ് അക്കൗണ്ടിനായി എന്തെല്ലാം ഡോക്യുമെന്റുകൾ ആവശ്യമാണ്? What documents are required for a savings account? What documents are required for a savings account? What documents are required for a savings account? ആവശ്യം എന്നുള്ള ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ റിക്വയർ എന്ന് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി അതുപോലെ തന്നെ ബാങ്ക് ഓഫർ ചെയ്യുന്ന വേറൊരു ഫിനാൻഷ്യൽ സർവീസാണ് PPF എന്ന് പറയുന്നത്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ചോദിക്കണം, എനിക്ക് ഈ PPF അക്കൗണ്ടിനായി അപേക്ഷിക്കാമോ എന്നെങ്ങനെയാണ് ചോദിക്കുക? Can I apply for a PPF account here? Can I apply for a PPF account here? Can I apply for a PPF account here? ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് ചിലപ്പോൾ നമ്മുടെ പാഴ്സൽസ് കറക്റ്റായിട്ട് എത്താത്തതോ റോങ് അഡ്രസ്സിൽ ഡെലിവർ ചെയ്യുന്നതോ ഇങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും പോസ്റ്റ് ഓഫീസിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് അങ്ങനെ പരാതികളും എൻക്വയറികളൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പരാതികൾക്കും എൻക്വയറികൾക്കൊക്കെ ആയിട്ടുള്ളൊരു കൗണ്ടർ ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? പരാതികൾക്കും എൻക്വയറികൾക്കുമായി ഒരു കൗണ്ടർ ഉണ്ടോ? ഇസ് ദർ a counter for filing complaints or inquiries? Is there a counter for filing complaints or inquiries? ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.